ഹായ്, ഞാൻ സരുൺ ജോസഫ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒത്തിരി നാളുകൂടി നമ്മൾ നൈറ്റ് എൻഡിങ് ഫിഷിങ്ങിന് പോവുകയാണ്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്ത് ജിതിനും മനോഹരനും മുരളിച്ചേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആയുധം നല്ല അടിപൊളിയായിട്ട് നല്ല മൂർച്ച കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മുടെ എല്ലാവരും ചൂണ്ടക്കാരുടെ എല്ലാവരും സ്വപ്നമായ ഒരുത്തൻ്റെ നല്ല അടിപൊളിയായിട്ട് ഇരുന്നങ്ങ് ഉറങ്ങുവാണ് കേട്ടോ. യെസ് ഗൈസ്, മങ്കൂർ ചെമ്പല്ലി അടിച്ചിരിക്കുകയാണ് ഗൈസ്. ചെമ്പല്ലി നമ്മൾ കുത്തി അടിച്ചിരിക്കുകയാണ്. ആള് നല്ല ഉറക്കായിരുന്നു തോന്നുന്നു കേട്ടോ. ഒരൊറ്റ കുത്ത് കിട്ടിയപ്പോൾ ആദ്യം ഒരു നല്ലൊരു പെടയങ്ങ് പിടിച്ചപ്പോൾ നമ്മുടെ മുപ്പല്ലി അങ്ങ് നല്ലപോലെ അങ്ങ് വിറച്ച് കേട്ടോ. പിന്നെ അളിയനങ്ങ് അനങ്ങാതിരുന്നു. നല്ല സൂപ്പർ സൈസ് സാധനം. ഇതൊരു സീനല്ലേ മോനെ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒന്ന് കാണിച്ചാ, ഇതാണ് നമ്മുടെ ചെമ്പല്ലി മാങ്കൂർ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സൈഡൊക്കെ തപ്പിയതിന് ശേഷം നമ്മൾ വലിയ മീൻ വല്ലതും കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വലിയ മീൻ കിട്ടുന്ന ആ ഒരു ഭാഗത്തോട്ടൊന്ന് പോയി നമ്മളൊന്ന് നോക്കും കേട്ടോ, ടോർച്ചടിച്ച്. അപ്പം നമ്മുടെ തെറ്റാലിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ന് മീനിൻ്റെ ഒരു ലക്ഷണം പോലും കണ്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പം തന്നെ സംഭവം എല്ലാം കെട്ടിമടക്കി നമ്മൾ നമ്മുടെ പഴയ പരിപാടി തന്നെ തുടങ്ങി. വന്ന് തുടങ്ങി അപ്പം തന്നെ നമ്മൾ കണ്ട അടുത്ത ഒരുത്തനെ കണ്ട് ആ മൂലയ്ക്ക് വരുന്ന കയറിപ്പോൾ നല്ല സൂപ്പർ ഒരു കരിമീൻ കേട്ടോ. ആ സൈഡിൽ തന്നെ അങ്ങ് നിൽക്കുന്നുണ്ടേ നമുക്ക് ശരിക്കും അങ്ങോട്ട് നമ്മുടെ ആ മുപ്പിൽ അങ്ങ് കുത്തി അങ്ങ് കയറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ പുല്ലിൻ്റെ ഇടയ്ക്ക് കയറി അങ്ങ് പോയി. പൂഴിമണ്ണായതുകൊണ്ട് അങ്ങ് കുത്തി അങ്ങ് പോയി, അങ്ങ് തറഞ്ഞ് കയറിയില്ല. ഒരു നേരത്തെ അവനെ നമ്മൾ പൊക്കി എടുത്ത് കിടന്നത്. ഇതാണ് നമുക്ക് അത് ഈ ഒരു അറ്റത്താണ്, മുപ്പല്ലിയുടെ അറ്റത്ത്, വാലിൻ്റെ അറ്റത്താണ് അവനെ കുത്തിയെടുത്ത് നമ്മൾ. ഗൈസ്, ഇവിടെ നല്ലൊരു മുഴുത്തി ഉറം നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ ടാർഗറ്റാണ് ചെയ്തത്. പക്ഷേ അതങ്ങ് മിസ്സായിപ്പോയി, കിട്ടിയില്ല. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. ഗൈസ്, ഇതുണ്ട് കണ്ടോ, ഏറ്റവും മൂലി ഉറം നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ ഒരു കുത്തു കുത്തി അവൻ തെന്നി മാറിപ്പോയി കേട്ടോ. അപ്പോൾ പായലിൻ്റെ ഇടയ്ക്ക് കയറിപ്പോണ്ടായിരുന്നേ. യെസ്, അവനെ കിട്ടി. ഇത് നമ്മുടെ അൻ്റെലിയാണ്, ആറ്റ് ചെമ്പല്ലി എന്ന് പറയും. അടിപൊളി. നമ്മളൊരു അടിപൊളി ഒരു മീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. യെസ്, അവനെ കുത്തി അപ്പം തന്നെ അവൻ തെന്നി മാറി ഇപ്പുറത്താകുന്നുണ്ട്. ആ വെള്ളം കലങ്ങി നിൽക്കുന്നതിൻ്റെ അവിടെ തന്നെ നിൽപ്പുണ്ടേ. ഇത് നമുക്ക് കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. നോക്ക്, ഇതുണ്ടോ, അത് ആണ്ടാണ്ട് പോകുന്നു. അതുകൊണ്ട് ഒരു കുത്ത് കിട്ടിയിട്ടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ മയങ്ങി പോവാണേ. യെസ്, നമ്മളൊരു കുത്ത് കൊടുത്തിട്ടുണ്ട്, കിട്ടി. അത് തന്നെ കിട്ടിയതുകൊണ്ട് അറ്റത്ത് നമ്മുടെ മുപ്പലിൻ്റെ അറ്റത്ത് വന്ന് കയറിയിരിപ്പുണ്ടാണ്. യെസ് ഗൈസ്, ഒരു ഹെവി ആയിട്ടുള്ളൊരു കരിമീൻ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ആമയാന്ന് തോന്നുന്നു, അതുപോലെ തോന്നുന്നത്. ഹെവി നമ്മുടെ, അയ്യോ, ഇത് നമ്മുടെ കണ്ടത് മുപ്പല് വരെ നല്ല പിടുത്തം. ഇത് നോക്കിയേ, മീനെ നോക്കിയേ, എൻ്റെ പൊന്നു, അങ്ങനെ അടിപൊളിയ സാധനം, വലുത്. ഇത് നമുക്ക് കിട്ടിയ കരിമീൻ്റെ സൈസാണ് കേട്ടോ. ഇതേ നല്ല ഹെവി സാധനം. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലോട്ട് നമ്മുടെ വീഡിയോ എത്തിക്കാനും മറക്കരുത്. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ.